ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർ ചോദിച്ചൊരു ഡൗട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് ഒരുപാട് ചാനലുകൾ അവർ വോയിസ് ഓവർ എല്ലാം ചെയ്ത് വീഡിയോസ് എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്ന കുറേ ചാനലുകൾക്ക് അവർക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നില്ല. കുറച്ച് ചാനലുകൾക്കെല്ലാം മോണിറ്റൈസേഷൻ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പലരും ഇത്തരത്തിൽ കംപ്ലൈൻ്റ് എല്ലാം പറയാറുണ്ട്. എൻ്റെ ഈ ഒരു ചാനലിന് ഇത്തരത്തിലെല്ലാം ചെയ്തത് കൊണ്ട് എനിക്ക് ഈ മോണിറ്റൈസേഷൻ ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പല ആളുകൾക്ക് ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ ലഭിക്കുന്നത്, അതുപോലെ പല ആളുകൾക്കും മോണിറ്റൈസേഷൻ ലഭിക്കാത്തത്? ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ മനസ്സിലാക്കിയ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് എനിക്ക് മെസ്സേജ് അയച്ചതിൽ നിന്നും ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് മോണിറ്റൈസേഷൻ എല്ലാം ലഭിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങളെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് റീയൂസ്ഡ് കണ്ടന്റ് എന്നെല്ലാം വന്ന് മോണിറ്റൈസേഷൻ എല്ലാം ഡിസേബിൾ ആയ കേസുകളുമുണ്ട്. എന്നാൽ അവർ റീ അപ്പീൽ ചെയ്ത് ഇത് വീണ്ടും അവർക്ക് മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ എങ്ങനെയാണ് വോയിസ് ഓവർ ചാനൽ 2024 നമുക്ക് എന്തെല്ലാം പ്രതീക്ഷയാണ് വോയിസ് ഓവർ ചാനലിൽ നിന്ന് ലഭിക്കുക? അതുപോലെ നിങ്ങൾ ഒരു വോയിസ് ഓവർ ചാനലാണ് ചെയ്യുന്നതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, വോയിസ് ഓവർ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ഒന്നും കാണിക്കാതെ നമ്മൾ എന്തെങ്കിലും ഇമേജ്, വീഡിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇതെല്ലാം കൊടുത്ത് അതിന് വോയിസ് ഓവർ എല്ലാം കൊടുത്ത് ചെയ്യുന്ന ചാനലുകളാണ്. ഉദാഹരണമായി നിങ്ങൾ എന്തെങ്കിലും ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ്, അതുമല്ലെങ്കിൽ സ്ക്രോളിംഗ് ടെക്സ്റ്റസ് എല്ലാം, ഇപ്പോൾ സ്റ്റോറി എല്ലാം ആണെങ്കിൽ നിങ്ങൾ അതെല്ലാം ടൈപ്പ് ചെയ്ത് അത് സ്ക്രോൾ ചെയ്ത് പോകുന്ന തരത്തിൽ ടെക്സ്റ്റ് എല്ലാം മേക്ക് ചെയ്ത് അതിനൊരു വോയിസ് ഓവർ എല്ലാം കൊടുത്ത് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചാനലാണ് വോയിസ് ഓവർ ചാനൽ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ വോയിസ് ഓവർ എല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്ന എല്ലാ ചാനലുകൾക്കും മോണിറ്റൈസേഷൻ ലഭിക്കാറില്ല. അതുപോലെ എല്ലാ ചാനലിലും മോണിറ്റൈസേഷൻ ലഭിക്കില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പലവിധ കാര്യങ്ങളെല്ലാം നോക്കിയാണ് യൂട്യൂബ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾ ഇത്തരത്തിൽ ഈ ഇമേജസ് എല്ലാം ആഡ് ചെയ്ത്, അതായത് പബ്ലിക് ഡൊമൈനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമിൽ നിന്നെല്ലാം ഇതുപോലെ ഇമേജസ്, ചിലപ്പോൾ ചില ആളുകൾ അവരുടെ ഇഷ്ടതാരങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ചില ആളുകൾ ക്രിക്കറ്റിനെ കുറിച്ച്, അതുമല്ലെങ്കിൽ മറ്റു ചിലർ അവരുടെ വാഹനങ്ങളെക്കുറിച്ച്, അതായത് കുറേ വാഹനങ്ങൾ, അവയെക്കുറിച്ചെല്ലാം ഇതുപോലെ വോയിസ് ഓവർ എല്ലാം കൊടുത്ത് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്തതിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ആദ്യം മോണിറ്റൈസേഷൻ ലഭിച്ചില്ല. എന്നാൽ പിന്നീട് അദ്ദേഹം ഇത് അപ്പീൽ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചാനലിന് അവർക്ക് ഈ മോണിറ്റൈസേഷൻ ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഏത് ചാനലിന് ഇത് ലഭിക്കും, ഏത് ചാനലിന് ഇത് ലഭിക്കില്ല എന്ന് കറക്റ്റായി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ ചില ചാനലുകൾ അവർ പറയാറുണ്ട്, എൻ്റെ ചാനലിൽ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഉദാഹരണമായി ഇപ്പോൾ ഫേസ് ഒന്നുമില്ല, എന്നാൽ കുക്കിംഗ് ചാനൽ, ഇവിടെ നിങ്ങൾ വോയിസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ കണ്ടന്റ് ഇത് നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്, അതായത് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഡ്രോയിങ് എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്യാമറയിൽ വീഡിയോ എല്ലാം എടുത്ത് ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോസ് എല്ലാം ചെയ്യുന്നു, ഇവിടെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇത് 100% ഇത് നമുക്ക് എല്ലാവർക്കും വിസിബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ കണ്ടന്റിന്റെ ഓണർ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ചാനലുകൾക്ക് അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അതായത് മറ്റു പോളിസീസ് എല്ലാം നിങ്ങൾ കറക്റ്റായി അനുസരിച്ച് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വോയിസ് ഓവർ ചാനലുകൾ അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ചാനലുകൾ എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം യൂസ് ചെയ്ത്, അതായത് പബ്ലിക് ഡൊമൈനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഭാഗത്തു നിന്നെല്ലാം ഇതുപോലെ നിങ്ങൾ കണ്ടന്റ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതിന് വോയിസ് ഓവർ എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചാനലുകൾക്ക് അവർക്ക് 2024 എല്ലാ ചാനലുകൾക്കും മോണിറ്റൈസേഷൻ ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചതിൽ നിന്ന് തന്നെ കുറച്ച് പേർക്കെല്ലാം ഇതുപോലെ അവർ സ്റ്റോറീസ് എല്ലാം, അതായത് ഡ്രാമ അല്ലെങ്കിൽ സ്റ്റോറീസ് ഇത്തരത്തിലെല്ലാം അവർ മറ്റു ലാംഗ്വേജിലുള്ള അതിനെയെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത്തരത്തിലെല്ലാം വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ഇതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വന്നതുകൊണ്ട് അവർക്ക് ഈ ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി.
അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻ അവർ ഇതുപോലെ വോയിസ് ഓവർ എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇമേജസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ഇത് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ എല്ലാം ആശ്രയിച്ചാണ് വീഡിയോസ് ചെയ്യുന്നത്. അതുപോലെ ചിലർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതുപോലെ ഇമേജസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതിൽ വോയിസ് ഓവർ എല്ലാം കൊടുത്ത് ഇങ്ങനെയുള്ള കുറേ ചാനലുകൾക്കും ഇതുപോലെ അവർക്ക് റീയൂസ്ഡ് കണ്ടന്റ് എന്നെല്ലാം വന്ന് അവരുടെ ചാനലെല്ലാം ഡിസേബിൾ ആയിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ചാനലുകൾക്ക് ഇപ്രകാരം ഈ മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കുന്നത് അവരുടെ കണ്ടന്റ് വാല്യൂ എല്ലാം നോക്കിയാണ്. അപ്പോൾ യൂട്യൂബ് ഇത്തരത്തിൽ ഇത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടന്റ് വാല്യൂ അതുപോലെ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ചാനലിന് ഇതിന് മോണിറ്റൈസേഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്നെല്ലാം ഡിസൈഡ് ചെയ്യുക. ഉദാഹരണമായി നമ്മൾ ഇപ്പോൾ ഇവർ രണ്ട് ചാനലുകളും സീരിയലിനെ കുറിച്ചുള്ള ഒരു വോയിസ് ഓവർ എല്ലാമാണ് ചെയ്യുന്നത് എന്ന് കരുതുക. ഒരേ സീരിയലിനെ കുറിച്ച് തന്നെ രണ്ട് ചാനലുകൾ ചെയ്യുന്നുണ്ട്. ഇവർ വ്യത്യസ്തമായ ചാനലുകളായിരിക്കാം. എന്നാൽ ഒരു ചാനലിന് ചിലപ്പോൾ മോണിറ്റൈസേഷൻ ലഭിക്കാം, മറ്റൊരു ചാനലിന് മോണിറ്റൈസേഷൻ ലഭിച്ചില്ല എന്നും വരാം. അതായത് ഇത്തരത്തിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ടന്റ് അത് വാല്യൂ ഉള്ളതായി യൂട്യൂബിന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾക്ക് അവർക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കുക. പല ചാനലുകളും ഇത് ഒരുപോലെ തന്നെയാണെങ്കിൽ കൂടി ഒരു ചാനലിന് ലഭിക്കാം, ഒരു ചാനലിന് ലഭിക്കില്ല എന്നും വരാം. അതിനാൽ തന്നെ ഇതിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഇത് യൂട്യൂബ് ആ കണ്ടന്റിന്റെ വാല്യൂ അതുപോലെ എത്രത്തോളം ക്വാളിറ്റി കണ്ടന്റ് എല്ലാമാണ് ഈ ഒരു ക്രിയേറ്റർ അവർ നൽകുന്നത് എന്നതിനെ അനുസരിച്ചെല്ലാമാണ് അവർക്ക് മോണിറ്റൈസേഷൻ കൊടുക്കണോ കൊടുക്കേണ്ടയോ എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ വളരെ വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം വോയിസ് ഓവർ ചാനലുകൾ ചെയ്യുന്നവർ അവരുടെ വീഡിയോസ് എല്ലാം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ചാനലിന് നിങ്ങൾ ഈ ഒരു കഷ്ടപ്പാടെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിന് മോണിറ്റൈസേഷൻ ലഭിച്ചില്ല എന്നും വരാം. അതിനാൽ തന്നെയാണ് ഞാൻ ഒരുപാട് ക്രിയേറ്റേഴ്സിനോട് അവരോടെല്ലാം പറയാറ്, നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെയധികം വ്യക്തമാകുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ വീഡിയോസ് ചെയ്യേണ്ടത് എന്ന്. ഇനി കുറെ പേർക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വീഡിയോസ്, അതായത് നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം യൂസ് ചെയ്ത് വോയിസ് ഓവർ എല്ലാം കൊടുത്ത് അവർ ഇത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് റിജക്റ്റ് ആയതിനു ശേഷവും വീണ്ടും നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. അവിടെ അപ്പീൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗം കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അപ്പീൽ ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഇത് എൻ്റെ കണ്ടന്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നമ്മൾ കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്ത് യൂട്യൂബിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ എല്ലാം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അപ്പീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിന് മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരുപാട് ചാനലുകൾക്ക് ആദ്യം റിജക്റ്റ് ആയതിനു ശേഷവും വീണ്ടും അപ്പീൽ ചെയ്തതിന് ശേഷം അവർക്ക് മോണിറ്റൈസേഷൻ എല്ലാം ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വോയിസ് ഓവർ ചാനലുകൾക്ക് പറ്റുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരുടെ കണ്ടന്റ് ആശ്രയിച്ച് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഒരുപാട് കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം വരികയാണെങ്കിൽ നമ്മുടെ ചാനലെല്ലാം ടെർമിനേറ്റ് ആകാൻ തന്നെ ഇത് കാരണമാകും. അതിനാൽ തന്നെ നിങ്ങൾ ഫേസ് ഒന്നും യൂസ് ചെയ്യാതെ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം യൂസ് ചെയ്ത് വീഡിയോസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക് എല്ലാം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇത്തരത്തിൽ നിങ്ങൾ ഒരുപാട് റിസ്ക് എല്ലാം എടുത്ത് ഇത്തരത്തിൽ വീഡിയോസ് എല്ലാം ചെയ്ത് അതിനവസാനം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ അതിനുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ വോയിസ് ഓവർ ചാനലിൻ്റെ പോളിസിയിലും ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങളെല്ലാം വരാറുണ്ട്. വോയിസ് ഓവർ ചാനലുകൾക്ക് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഐഡിയ എല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾ വോയിസ് ഓവർ ചാനലെല്ലാം ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എല്ലാം വർദ്ധിപ്പിക്കാനും അതുപോലെ നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റി കണ്ടന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇത്തരത്തിലെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലേക്ക് ഇതിന് മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അതിനാൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.
ഇത്തരത്തിൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് എല്ലാം വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്